മഴ തോരും മുൻപിൽ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗംഗാധരൻ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. കൊല്ലപ്പള്ളിയിലാണെങ്കിൽ ആകപ്പാടെ പ്രശ്നത്തിലിരിക്കുകയാണ്. വൈജിയാണെങ്കിൽ ബാലചന്ദ്രനും അലീനയും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അറിഞ്ഞ് അപ്പം വൈജിയാണെങ്കിൽ ആ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ്. ബാലചന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതമുണ്ടെന്ന് ഇപ്പോൾ ഉറപ്പിച്ച ഒരു മട്ടിലാണ്. ആ സമയത്താണ് ഗംഗാധരൻ അങ്ങോട്ട് വരുന്നത്. ഗംഗാധരൻ വരുന്നത് എന്താ, ഇത്രയും പെട്ടെന്ന് എന്താ അങ്ങോട്ട് എത്തുന്നത് എന്നൊക്കെ ഒരു സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് മനു ആണെങ്കിൽ ഗംഗാധരൻ വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താ വല്യച്ഛൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും കാരണം ഇല്ലെങ്കിൽ വല്യച്ഛൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. ശിവൻ എന്തിനാ ചോദിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ പോയിട്ട് ഇതുവരെ വന്നില്ല, ഉടനെ എത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗംഗാധരൻ പറയാണ്, വലിയൊരു പ്രശ്നമുണ്ട്, അതൊക്കെ പറയാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. വൈജിയാണെങ്കിൽ ആകെപ്പാട് ദേഷ്യത്തേക്കാണ്. ഗംഗാധരനെ കണ്ട ഉടനെ ഓടി വന്നിട്ട് പറയാണ്, ഗംഗേട്ടനൊക്കെ ആണല്ലോ ബാലചന്ദ്രനെ ഇത്രയും ന്യായീകരിച്ച് നടന്നത്. ഇപ്പം അയാളുടെ തനി സ്വഭാവം കണ്ടത് കണ്ടോ, അയാൾ ഇത്രയും നാൾ നമ്മളെല്ലാം പറ്റിക്കായിരുന്നെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, ഏത് രീതിയിലാണ് നിന്നെയൊക്കെ പറ്റിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല, അലീനയും ബാലചന്ദ്രനും തമ്മിൽ മകളെന്നുള്ള ബന്ധമൊന്നുമില്ല, വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയാൾ പറഞ്ഞൊരു കള്ളക്കഥയാണ്. അവർ തമ്മിൽ എന്തോ തെറ്റായ ബന്ധമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ വയ്യ. എന്നെ ഭാര്യയായി എന്നെ അടിച്ചിറക്കിയിട്ട് അവളെ അവിടെ നിർത്തട്ടെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ഗംഗാധരൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഗംഗാധരൻ പറയാണ്, ആവശ്യമില്ലാതെ നീ സംസാരിച്ച നിൻ്റെ മുഖം അടിച്ച് ഞാൻ തിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വൈജിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെല്ലാം ബാലചന്ദ്രനെ ന്യായീകരിച്ച് പറയുന്നുണ്ടല്ലോ, ശിവേട്ടനും പറയുന്നത് കേട്ടോ, അലീനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ലെന്ന്. അലീനയൊക്കെ നിങ്ങൾക്ക് എന്ത് കൈവശം തന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ആദ്യം നീ നന്നാവും, എന്നിട്ട് നീ മറ്റുള്ളവരടുത്ത് തർക്കിക്കാൻ വരാമെന്ന് പറയാണ്. ആ സമയത്ത് കമല അങ്ങോട്ട് വരുന്നുണ്ട്. ഗംഗേട്ടൻ എപ്പം വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരമായി വന്നെന്ന് പറയാണ്. ഒരു മുന്നറിയിപ്പില്ലാതെ ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് എത്തിയതെന്നും കമല ചോദിക്കുന്നുണ്ട്. അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ വന്നത്. ശിവൻ എന്ത് പോയിട്ട് വരാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശിവേട്ടൻ ഇപ്പം എത്തുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറയാണ്. അതിനുശേഷം ഗംഗാധരൻ നേരെ മുറിയിലോട്ട് പോവുകയാണ്. വൈജിക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അതുമാത്രമല്ല അലീനയും ബാലചന്ദ്രനെ ഇപ്പോഴേ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ വൈജ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗംഗാധരൻ വൈജയുടെ മുറിയിലേക്ക് വരികയാണ്. അപ്പം ഗംഗാധരനെ കാണുമ്പോൾ വൈജയാണെങ്കിൽ ആകപ്പാടെ ദേഷിച്ചിരിക്കുകയാണ്. അപ്പം ഗംഗാധരൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ടൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, വേറൊരു കാര്യത്തിനായി വന്നത്. അപ്പം ബാലചന്ദ്രനും അലീനയും കൂടെ ഇത്രയും നാൾ നമ്മളെല്ലാം പറ്റിച്ചാന്ന് ഞാൻ പറഞ്ഞപ്പം ഗംഗേട്ടൻ എന്താ അതൊരു സീരിയസ് ആയിട്ട് എടുക്കാത്തത്, നിങ്ങളെല്ലാവരും ബാലചന്ദ്രനോട് ചോദിക്കാത്ത എന്താ എന്ന് ചോദിക്കുകയാണ്. ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കുമെന്ന്, അത് ചുമ്മാതാണെന്ന് എനിക്കറിയാം. ഗംഗേട്ടൻ എന്തായാലും തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിച്ച് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, മിക്കവാറും എല്ലാ കാര്യത്തിനും തീരുമാനമാവുമെന്ന് പറയുകയാണ്. അപ്പം അലീന ആ വീട്ടിൽ നിന്ന് പോവാമെന്ന് നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയാണ്, പോവാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ചെല്ലണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവൾ പോകണം, അതാണ് എൻ്റെ ഡിമാൻഡ്. അവളത് അംഗീകരിക്കുകയും ചെയ്യും, എത്ര പെട്ടെന്ന് തന്നെ പോവാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവൾ പോവില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് വൈജ പറയുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അലീന അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്, നിങ്ങൾക്ക് വരാൻ നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം രോഹിത്താണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവളൊരു കാരണക്കാരിയായി, അതിനുശേഷം അവൻ്റെ സ്വഭാവം മാറി, ഇപ്പം ഭവതിയെ നന്നായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും അലീനെ കൊണ്ട് നിനക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, ഗംഗേട്ടൻ അങ്ങനെ തന്നെയാണോ പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് രോഹിത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയത്, അല്ലാതെ അവൾ വിചാരിച്ചുകൊണ്ടൊന്നുമല്ല. പിന്നെ ബബിത, അവളാണെങ്കിൽ ഇപ്പം അലീന ഫാനൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അത് വലിയ കാലമൊന്നുമില്ല, അവളുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, എന്താന്ന് വന്നാലും നിനക്ക് അലീനെ തോറ്റ് കാണണം, അത് മാത്രം നിനക്ക് അറിഞ്ഞാൽ മതി, നിൻ്റെ മക്കൾ നന്നാവുകയോ ചീത്തയാവുകയോ എങ്ങനെ ആയാലും നിനക്കൊരു പ്രശ്നമില്ലെന്ന് ഗംഗാധരൻ പറയാണ്. അപ്പം വൈജ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം വൈജ വീണ്ടും പറയാണ്, പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ സത്യമായില്ലേ ഗംഗേട്ടാ, ബാലചന്ദ്രൻ അലീനയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് ഉറപ്പാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നെടുമ്പുരയ്ക്കിൽ നിന്ന് അവളെ പറഞ്ഞു വിടാൻ ബാലചന്ദ്രൻ കൂട്ടാക്കാതെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞ് അലീനയും ബാലചന്ദ്രനും തമ്മിൽ തെറ്റായി എന്തെങ്കിലും നീ പറഞ്ഞാൽ നിൻ്റെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന്, അത് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ലെന്ന് പറയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നതോടെ നിൻ്റെ കഷ്ടകാലം തുടങ്ങും, നിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അത് എപ്പോഴും ഓർമ്മ വേണമെന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, ഞാൻ എന്ത് ചെയ്ത്, അവളല്ലേ ബാലചന്ദ്രനുമായിട്ട് കള്ളക്കഥ പറഞ്ഞ്
ആ വീട്ടിൽ പിടിച്ചിടുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് അവളിപ്പോൾ പോവാൻ ഞാൻ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ പറയാണ്, നീയാണെങ്കിൽ നിനക്കൊരു ശല്യമില്ലാത്ത ആ കൊച്ച് അവിടെ അതിൻ്റേതായ കാര്യം നോക്കി അവിടെ നിന്ന് പോയേനെ, നിനക്കല്ലേ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും വാശിയും എല്ലാം എന്ന് പറയാണ്. അപ്പം വൈജ വീണ്ടും പറയാണ്, എനിക്കാണ് വാശിയില്ലേ, നിങ്ങളല്ല ഇപ്പോഴും എന്നെ കുറ്റം പറയാല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രനും ആ അലീനയും കൂടെ കാണിച്ചതൊന്നും തെറ്റല്ല എന്ന് വൈജ ദേഷിച്ച് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയാണ്, നീ നിൻ്റെ സൈഡൊന്ന് ആലോചിച്ച് നോക്ക്, നീ നല്ലതാണോ, നിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ടാണോ നീ ഈ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജ ഒന്നും മിണ്ട കുറച്ച് നേരം നിൽക്കുകയാണ്. അതുകൊണ്ട് നീ എപ്പോഴും ആലോചിച്ചോണം, നീ ശരിയായിട്ടാണ് നീ ബാലചന്ദ്രനെ കുറ്റം പറയുന്നതാണോ എന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കണമെന്ന് പറയാണ്. അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നതോടെ നിൻ്റെ കഷ്ടകാലം തുടങ്ങും. പിന്നെ ആരുടെയും പിടിച്ചാൽ കിട്ടാത്ത ഒരു വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നീ പോകുന്നത്. അത് നിനക്ക് ഓർമ്മ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ അങ്ങ് പോവുകയാണ്. വൈജയ്ക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ നേരെ പോകുന്നത് സ്റ്റാൻലിയുടെ അടുത്തേക്കാണ്. സ്റ്റാൻലി ആണെങ്കിൽ പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷം കുളത്തൂപ്പുഴയിലാണ് താമസം. അങ്ങോട്ട് ബാലചന്ദ്രൻ എത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, കുളത്തൂപ്പുഴയിൽ നമ്മൾ കാണേണ്ട ആളെ അവിടെ തന്നെ കാണുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ നമ്മൾ പോകുന്നത്, നമുക്ക് നോക്കാം ഗോവർദ്ധ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം, അതിനുശേഷം സ്റ്റാൻലിയെ കാണാൻ നേരിട്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാം, ഗോവർദ്ധൻ അങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അതെന്താ പറയട്ടെ, ഞാൻ വരണ്ടാത്ത? അല്ല, ഞാൻ സ്റ്റാൻലിയും തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഗോവർദ്ധൻ കേൾക്കണ്ട, എനിക്കതൊരു പ്രശ്നമല്ല, അത് സ്റ്റാൻലിക്ക് അതൊരു പ്രശ്നമായി മാറും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നോട് വഴി ഞാൻ പറയുന്നുണ്ട്, അപ്പം തനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇപ്പം ഞാൻ എന്താ താനത് കേൾക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കൂടെ അന്ന് തനിക്ക് മനസ്സിലാവും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ സ്റ്റാൻഡിൻ്റെ അടുത്തെത്താറായി.